ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജെ കെ. എൻ്റെ പൊന്നു മക്കളെ, എല്ലാവരും പരീക്ഷയുടെ ചൂടിലാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ ഒരു 10 ചോദ്യം അങ്ങോട്ട് പിടിച്ചോളി, ഫുൾ മാർക്ക് നേടാം. അപ്പോൾ ഏതായിരിക്കും ഈ 10 ചോദ്യം? മക്കളെ, നമുക്ക് എപ്പോഴും സെക്കൻഡ് ടൈം എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു. വരാനിരിക്കുന്ന പരീക്ഷ ഫുൾ മാർക്ക് സെറ്റാക്കാൻ 10 ചോദ്യങ്ങൾ ദാ പിടിച്ചോളി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോണ്ടാക്ട് ഫോഴ്സ് തന്നിട്ടുള്ളതിൽ സമ്പർക്ക ബലം ഏതെന്നാണ്. എല്ലാവരും ഒറ്റയടിക്ക് ആൻസർ പറഞ്ഞേ. കറക്റ്റാണ്. അത് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലമാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലമാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള 24 സെൻറ്റിമീറ്റർ വക്രത ആരമുള്ള ഒരു ദർപ്പണത്തിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടെത്തണം അല്ലേ? ഫോക്കൽ ലെങ്ത് ആണ് കാണേണ്ടത്. ഈ എഫ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറഞ്ഞേ, എല്ലാവരും പറയും. ഓക്കെ, എന്താണ്? എഫ് ഈക്വൽ ടു ആർ ബൈ 2, അതായത് ആർ ഈസ് ഈക്വൽ ടു 2F എന്നാണ്. അതെന്നാണ് നമ്മൾ എഫ് ഈക്വൽ ടു ആർ ബൈ 2. ആർ എന്ന് പറഞ്ഞാൽ 24 സെൻറ്റിമീറ്റർ ബൈ 2, അതായത് 24 പകുതി 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ സംഖ്യകൾ മാത്രമേ മാറുള്ളൂ. ഓർത്ത് വയ്ക്കുക, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഷുവറാണ്. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ റിലേഷൻ, ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാൻ പറയും. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ദ ആക്സിലറേഷൻ, ത്വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഡെൻസിറ്റി, സാന്ദ്രതയുടെ യൂണിറ്റ് എന്ത്? ഇത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ അത് യൂണിറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നാണ്. മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, ബൈ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. അതുകൊണ്ട് യൂണിറ്റ് എന്താവും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ 3 ചോദ്യങ്ങൾ സെറ്റ് അല്ലടാ? സെറ്റായിരിക്കും. അങ്ങനെയെങ്കിൽ വീണ്ടും അതേപോലത്തെ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ട് എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? വായിച്ചു നോക്കൂ. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് എഴുതി. അപ്പം അങ്ങനെയെങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ത്? എല്ലാവരും ആൻസർ പറഞ്ഞേ. വ്യാപകമർദ്ദം ന്യൂട്ടൺ ആണെങ്കിൽ മർദ്ദം എന്തായിരിക്കും? അത് പാസ്കലാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് എഴുതിയേക്കാം. പാസ്കലിന് എഴുതിക്കൂടെ, അതാണ് ഒന്നുകൂടി നല്ലത്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം ഇതാ. ചിത്രം നോക്ക്, ശരിയായ ചിത്രം ഏത്? ഒറ്റയടിക്ക് നിങ്ങൾ എല്ലാവരും ആൻസർ പറയും. ഇതാണ് ശരിയെന്ന്. അതാണോ? അല്ല. ഇതാണ് ശരി. അതാണോ? അല്ല. ഏതാണ് ശരി? ഇതാ ഈ ചിത്രമാണ് ശരി. കാരണം നമുക്കറിയാം എന്താണ്, ഇവിടെ നമുക്ക് നോക്കുക, ഈ എൻഡിൽ എന്ന് പറഞ്ഞാൽ സെയിം പോളുകളാണ് എപ്പോഴും വരിക അല്ലേ? ഓൾറെഡി നിങ്ങൾ മാഗ്നറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും സെയിം പോളുകൾ എന്നാൽ അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് അത് റിപ്പൽ ചെയ്യുന്ന ചിത്രം ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, തെറ്റിക്കരുത്. ഇനി അടുത്തൊരു ചോദ്യം എന്നാൽ ഘർഷണം കുറയ്ക്കുന്നതിന് സ്നേഹകങ്ങൾ ഉപയോഗിക്കുന്നു. ഖരാവസ്ഥയിലുള്ളൊരു സ്നേഹത്തിൻ്റെ പേര് എഴുതുക. ലൂബ്രിക്കൻ്റ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ലൂബ്രിക്കൻ്റ് എന്താണ്? റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് സോളിഡ് ലൂബ്രിക്കൻ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണ്. ഓർത്തേക്കുക, ഏതാണ്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് ഓർത്തേക്കുക. ഇനി അടുത്ത് കാന്തിക ബലരേഖകളുടെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? ദ എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു പാസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ദം ഈസ് കാൾഡ്. അതായത് ഇപ്പം 2 ഇരുമ്പിൻ്റെ കഷ്ണം അല്ലെങ്കിൽ 2 മാഗ്നറ്റ് വെച്ചിട്ട് ഇതിനിടയിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ച് അതിനുള്ള കൂടെ ആ മാഗ്നറ്റിക് ലൈൻസ് ഇങ്ങനെ കടത്തിവിടും. അതിനെ നമ്മൾ പറയുന്ന പേര് പെർമിയബിലിറ്റി. എന്താ പേര് അറിയാം? എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി. കാന്തിക ബലരേഖകളെ ആ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിലൂടെ കടത്തിവിടാനുള്ള ഒരു കഴിവിനെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഇതും ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാൻ സാധിക്കുന്നത് ഡാഷ് കാരണമാണ്. എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രിങ്ക് ജ്യൂസ്. ജ്യൂസ് നമ്മളിങ്ങനെ കുടിക്കാൻ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാനുള്ള കാരണം എന്താണ്? ഒറ്റ ആൻസർ മാത്രമേ. അതേതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഉപകാരം, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാൻ സാധിക്കുന്നത്. ഇനി തന്നിരിക്കുന്നതിൽ കാന്തത്താൽ ആകർഷിക്കപ്പെടാത്ത പദാർത്ഥം ഏതെന്നാണ്? വിച്ച് ഓഫ് ദ മെറ്റീരിയൽ വിൽ നോട്ട് അട്രാക്ട് ബൈ ദ മാഗ്നറ്റ് എന്നാണ്. അപ്പോൾ മാഗ്നറ്റ് കൊണ്ട് അട്രാക്ട് ചെയ്യാത്തത് ഏതെന്ന് വെച്ച് അല്ല, വിൽ നോട്ട് ബി. ഒറ്റയടിക്ക് ആൻസർ ചെയ്ത് നിക്കൽ, അയൺ, കൊബാൾട്ടൊക്കെ എന്താണ്? മാഗ്നറ്റ് ആകർഷിക്കുന്നത്. ഏതാണ് ആകർഷിക്കാത്തത്? കോപ്പർ ആണെന്ന് ഓർത്തേക്കുക, ചെമ്പാണ്. ബാക്കിയൊക്കെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, കാന്തിക വസ്തുക്കളാണ് അല്ലേ? നമ്മൾ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അൽനിക്കോ എന്നൊക്കെ പറഞ്ഞാൽ നിക്കൽ, അയൺ, കൊബാൾട്ട്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, ശരിയായ പ്രസ്താവന. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എന്താണ് ചോദ്യം? എന്താണ്? ഭൂകാന്തത്തിൻ്റെ, അതായത് കുറേ പോയിന്റ് തന്നിട്ട് 3 പോയിന്റ് തന്നിട്ട് ശരിയായത് ഏതെന്നാണ്? ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവത്തിനടുത്താണ്. രണ്ടും കണ്ടില്ലേ നിങ്ങളിവിടെ? ശ്രദ്ധിച്ചോ, രണ്ടും കണ്ടോ നിങ്ങളിവിടെ? രണ്ടും എന്താണ്? ഉത്തരധ്രുവം. ഉത്തരധ്രുവം. ഒരു കാരണവശാൽ അങ്ങനെ വരില്ല.
ശ്രദ്ധിക്കണം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അമ്പാനെ ഇത് ശ്രദ്ധിക്കുക. എന്താണ് ഉത്തരധ്രുവവും അതായത് നോർത്ത് പോൾ ഓഫ് ദി എർത്ത് മാഗ്നറ്റ് ഈസ് നിയർ ടു ദി ജിയോഗ്രഫിക്കൽ നോർത്ത്. അങ്ങനെ അല്ല, നോർത്തും വരാൻ പാടില്ല. ഒന്ന് നോർത്ത് ആണെങ്കിൽ അടുത്ത ഏതായിരിക്കും സൗത്ത്. അങ്ങനെ വരുന്ന ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ മതി. അടുത്തെന്താ ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവത്തിനടുത്താണ്. അപ്പോൾ ഇത് ശരിയാണ്, കണ്ടല്ലേ. ഇവിടെ ദക്ഷിണ ധ്രുവവും ഇവിടെ ഉത്തരധ്രുവവും, അതായത് സൗത്ത് പോൾ ഓഫ് ദി എർത്ത് മാഗ്നറ്റ് ഈസ് നിയർ ദി ജിയോഗ്രഫിക്കൽ നോർത്ത്. അതാണ് ശ്രദ്ധിക്കേണ്ട അമ്മ. അപ്പോൾ ഇനി നമുക്ക് അടുത്തെന്താണ്, ദ സൗത്ത് പോൾ ഓഫ് ദി എർത്ത് മാഗ്നറ്റ് ഈസ് അറ്റ് എ ഇക്വേറ്റർ. അതും തെറ്റാണ്. അപ്പോൾ ഈ പോയിന്റും തെറ്റാണ്, ഈ പോയിന്റും തെറ്റ്. ഏതാണ് ശരി? ബി ആണ് ശരി. ഓർത്ത് വെക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഭൂമി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലൊരു കാന്തം. വില്യം ഗിൽബർട്ടാണ് കണ്ടെത്തിയത്. ഇവിടെ ഒരു നോർത്തും സൗത്തും ഉണ്ടെങ്കിൽ ഇവിടെ സൗത്തായി മാറും, ഇവിടെ നോർത്തായി മാറും. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് പോളുകളാണ് എടുത്ത് വരേണ്ടത്. ആ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു 10 ചോദ്യം മക്കളെ, ഇതുവരെ സെക്കൻഡ് ടൈം എക്സാമിന് സ്ഥിരം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു 10 ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതൊരൊറ്റ തവണ കേട്ടാൽ പോരെ, 10 മാർക്ക് സെറ്റായോ? അതുകൊണ്ട് ഈ ഒരു 10 ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, ഓർത്തു വെക്കണം. ഇനി വരാനിരിക്കുന്ന പരീക്ഷ ഇതേപോലുള്ള 1 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഇത് എന്തായാലും വരും. അപ്പോൾ ഇത് കേട്ട് പഠിക്കുക, കണ്ടുപഠിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് അവരോടൊക്കെ ഇത് പഠിക്കാൻ പറയുക. മക്കളെ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വരാനിരിക്കുന്ന പരീക്ഷ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കണം. യെസ്.